എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള ലൈറ്റ് രജിസ്ട്രേഷൻ അതുപോലെ തന്നെ എഡിറ്റിംഗ് എന്നിവ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഓഗസ്റ്റ് 13-ാം തീയതി വൈകിട്ട് 4 മണി വരെ ഓൺലൈനായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ ഒരു PG ഏകജാല പ്രവേശനത്തിനായിട്ട് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് ലൈറ്റ് രജിസ്ട്രേഷൻ വഴി ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തിരുത്തലുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് മൊബൈൽ നമ്പർ, ഇമെയിൽ ID, ഡിഗ്രി രജിസ്റ്റർ നമ്പർ എന്നിവ ഒഴികെ ഏതൊരു വിവരങ്ങളും നിങ്ങളുടെ സ്റ്റുഡൻറ്റ് ലോഗിൻ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എഡിറ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതുതായിട്ട് അപേക്ഷ നൽകുകയും ചെയ്യാൻ സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഒരു തവണ മാത്രമാണ് എഡിറ്റ് ചെയ്യാനുള്ളത്, അത് വൺ ടൈം എഡിറ്റിംഗ് സൗകര്യം ലഭ്യമാവുകയുള്ളൂ. അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധിച്ച് എല്ലാ തിരുത്തലുകളും വരുത്തിയതിന് ശേഷം മാത്രമേ അപേക്ഷ പൂർത്തീകരിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ എഡിറ്റ് ആപ്ലിക്കേഷൻ എന്നുള്ള ലിങ്ക് ഉപയോഗിച്ച് എഡിറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തുന്ന മുഴുവൻ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും കോളേജ് അതുപോലെ തന്നെ പ്രോഗ്രാം ഓപ്ഷനുകൾ ഉൾപ്പെടുത്തി അപേക്ഷ ഫൈനലൈസ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തേണ്ടതും പുതുക്കിയ അപേക്ഷയുടെ പ്രിൻ്റ് എടുത്ത് സൂക്ഷിക്കേണ്ടതുമാണ്. എഡിറ്റ് ചെയ്തവർ പുതിയ പ്രിൻ്റ് എടുത്താൽ മാത്രമാണ് അപേക്ഷ പൂർത്തിയാവുകയുള്ളൂ എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം ഈ ഒരു ആപ്ലിക്കേഷൻ പല വിദ്യാർത്ഥികളും ഫൈനൽ കൺഫർമേഷൻ ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുക്കാതിരിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അതായത് ഇത്രയും ഡീറ്റെയിൽസ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് ഒന്നാമത്തെ ഓപ്ഷനിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച് പ്രവേശനം നേടിയിട്ടുള്ള വിദ്യാർത്ഥികൾ, ലഭിച്ച അലോട്ട്മെൻറ്റിൽ തൃപ്തരായി മുഴുവൻ ഹയർ ഓപ്ഷനുകളും റദ്ദ് ചെയ്ത് പ്രവേശനം നേടിയവർ എന്നിവർ ഒഴികെ എല്ലാവർക്കും ഈ ഒരു ഘട്ടത്തിൽ എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ലഭ്യമാണ്. അതുപോലെ തന്നെ ഈ ഒരു സാങ്കേതിക കാരണങ്ങളാൽ ഹയർ ഓപ്ഷൻ റദ്ദായിപ്പോയ വിദ്യാർത്ഥികളുടെ ഹയർ ഓപ്ഷൻ ഇക്കാര്യം സൂചിപ്പിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു PG online uoc.ac.in എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിച്ചാൽ പ്രസ്തുത ഓപ്ഷനുകൾ പുനഃസ്ഥാപിച്ച് നൽകുന്നതായിരിക്കുമെന്നുള്ളതാണ് ഇതിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ അലോട്ട്മെൻറ്റുകളിൽ ഉൾപ്പെട്ട് മാൻഡറ്ററി ഫീസ് അടക്കാത്തത് കാരണമോ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ സ്ഥിര അഡ്മിഷൻ എടുക്കാത്തതിനാലോ അലോട്ട്മെൻറ്റ് പ്രക്രിയയിൽ നിന്നും പുറത്തായവർക്ക് റാങ്ക് ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുന്നതിനായിട്ട് എഡിറ്റിംഗ് സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ്. അപേക്ഷ എഡിറ്റ് ചെയ്ത് ഫൈനലൈസേഷൻ ചെയ്താൽ മാത്രമേ ഇത്തരം വിദ്യാർത്ഥികളെ വെയിറ്റിംഗ് ലിസ്റ്റ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുള്ളൂ. ഇതുവരെ അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളെ നിലവിൽ അപേക്ഷ പ്രകാരം വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നതാണ്. എഡിറ്റ് സൗകര്യം ഉപയോഗപ്പെടുത്തി അപേക്ഷ പൂർത്തീകരിച്ച മുഴുവൻ വിദ്യാർത്ഥികളെയും പുതുക്കിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിലാണ് വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കുന്നത്. രണ്ടാം അലോട്ട്മെൻറ്റിന് ശേഷമുള്ള സീറ്റ് വിവരങ്ങൾ അഡ്മിഷൻ വെബ്സൈറ്റിൽ ലഭ്യമാക്കിയിട്ടുണ്ട്. PG CAP 2024 ലൈറ്റ് രജിസ്ട്രേഷൻ, അതായത് 2024-25 അധ്യയന വർഷത്തെ ഏകജാലകം മുഖേനയുള്ള PG പ്രവേശനത്തിന് ലൈറ്റ് ഫീസോടുകൂടി രജിസ്ട്രേഷനുള്ള സൗകര്യം വിദ്യാർത്ഥികൾക്ക് 13-ാം തീയതി വൈകുന്നേരം 4 മണി വരെ ലഭ്യമായിരിക്കുന്നതാണ്. admission.uoc.ac.in എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഈ ഒരു മേൽപ്പറഞ്ഞ ഡേറ്റിനുള്ളിൽ, അതായത് 13-ാം തീയതി വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികളെയും വെയിറ്റിംഗ് റാങ്ക് ലിസ്റ്റിലേക്ക് പരിഗണിക്കും. ഈ ഒരു MA ഇംഗ്ലീഷ് പ്രോഗ്രാമിലേക്കുള്ള ലൈറ്റ് രജിസ്ട്രേഷന് നോൺ ഇംഗ്ലീഷ് ബിരുദ തലത്തിൽ ഇംഗ്ലീഷ് കോർ വിഷയമായി പഠിക്കാത്തവർ ഈ ഒരു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവരുടെ അപേക്ഷ പരിഗണിക്കില്ല. ജനറൽ വിഭാഗത്തിന് 750 രൂപയും SC/ST വിഭാഗത്തിന് 505 രൂപയുമാണ് ഓൺലൈൻ രജിസ്ട്രേഷൻ ഫീസ്. 21/8/2024 ശേഷം ലൈറ്റ് രജിസ്ട്രേഷനുള്ള സൗകര്യം വീണ്ടും ലഭ്യമായിരിക്കുന്നതാണ്. എല്ലാവിധ പ്രവേശനങ്ങൾക്കും മാൻഡറ്ററി ഫീസ് അടക്കാനുള്ള ലിങ്ക് സ്റ്റുഡൻറ്റ് ലോഗിനിൽ ലഭ്യമാകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ലൈറ്റ് രജിസ്ട്രേഷനായിട്ടുള്ള ലിങ്ക് admission.uoc.ac.in എന്ന വെബ്സൈറ്റിൽ കൊടുത്തിട്ടുണ്ട്. PG CAP 2024 ലൈറ്റ് രജിസ്ട്രേഷൻ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഒരു പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്, അതായത് ടെക്നിക്കൽ ഇഷ്യൂ കാരണം എഡിറ്റ് ചെയ്യാനുള്ള സൗകര്യം ഈ ഒരു 12-ാം തീയതി മുതൽ 15-ാം തീയതി വരെ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ ലൈറ്റ് രജിസ്ട്രേഷനായിട്ടുള്ള ലിങ്ക് ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ലൈറ്റ് രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സൗകര്യം ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് രജിസ്ട്രേഷൻ ചെയ്യേണ്ട സ്റ്റെപ്പുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവിടെ പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പുകളൊക്കെ കൃത്യമായിട്ട് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ് ഒരു ലേറ്റസ്റ്റ് കോളേജ് ആൻഡ് കോഴ്സ് ലിസ്റ്റ് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആ ഒരു കോളേജ് കോഴ്സ് ലിസ്റ്റുകൾ നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. എത്ര വേക്കൻസി ആണുള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇപ്പോൾ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്നു. അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ ജസ്റ്റ് വെറുതെ ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുന്നതാണ്. അപ്പോൾ അത് കറക്റ്റ് അല്ലാത്തത് കൊണ്ടാണ് ആ ഒരു രീതിയിൽ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു
കോളേജ് ഡീറ്റെയിൽസ് കൃത്യമായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് ഇവിടെ ഈ ഒരു പുതുതായിട്ട് രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ ആണെങ്കിൽ ന്യൂ യൂസർ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ ഒരു രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇവിടെ ഒരു വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട്, അതായത് നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെയോ രക്ഷിതാവിൻ്റെയോ മൊബൈൽ നമ്പർ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം പല വിദ്യാർത്ഥികൾക്കും CAP ID അതുപോലെ തന്നെ പാസ്വേഡ്, സെക്യൂരിറ്റി കീ എന്നിവ ലഭിക്കാതെ സാഹചര്യം ഉള്ളതുകൊണ്ടാണ് ഈ ഒരു OTP വെരിഫിക്കേഷൻ ആദ്യം തന്നെ നൽകിയിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.